ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം എയ്ഡഡ് സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെക്കുറിച്ചാണ് അന്വേഷണം. യൂട്യൂബ് ചാനലിനെതിരെ പരാതി നൽകിയ സ്കൂൾ അധ്യാപകരുടെ മൊഴിയെടുത്തു. 3 അധ്യാപകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മൊഴിയെടുത്തേക്കും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. ദീപക് മലയമ്മ ചേരുന്നു വിശദാംശങ്ങളുമായി. ദീപക്, അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും MS സൊല്യൂഷൻസ് ഇന്നലെ കെമിസ്ട്രിയുടെയും ചോദ്യപേപ്പർ പുറത്തുവിട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറുന്നത്. സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് MS സൊല്യൂഷൻസ്. ഈ ഷുഹൈബ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഉയർത്തുന്ന ആരോപണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഏകദേശം അങ്ങനെയൊരു നിലപാടിലാണുള്ളത്. ചോർത്താൻ ആളുകളില്ലെങ്കിൽ ഇത്ര കൃത്യമായി എങ്ങനെ പ്രവചിക്കും എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പലരും ചോദിക്കുന്നത്. എന്തായാലും എയ്ഡഡ് സ്കൂളിലെ ചിലരെ കൂടി നോട്ടമിടുന്നുണ്ടല്ലേ അന്വേഷണ സംഘം? അവരിലേക്ക് കൂടി എത്തുമോ? അങ്ങനെയാണെങ്കിൽ ഒരു വലിയ മാഫിയ സംഘത്തെയാണോ ഇപ്പോൾ ഈ അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അരുൺ പറഞ്ഞതുപോലെ തന്നെ വലിയ മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് തർക്കമില്ല. പക്ഷേ അവരിലേക്ക് എത്തിച്ചേരാൻ പ്രാഥമികമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കഴിഞ്ഞ ദിവസം AEOയുടെയും ഒപ്പം തന്നെ DEOയുടെയും പക്കൽ നിന്ന് വിവരങ്ങൾ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ DEO നൽകിയ മൊഴി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സംശയമുണ്ട് യൂട്യൂബ് ചാനലുകളെ, പക്ഷേ അധ്യാപകർക്ക് അതിൽ പങ്കുള്ളതായി അറിവില്ല എന്നുള്ളതായിരുന്നു. നേരത്തെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് MS സൊല്യൂഷനെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു. ആ ഘട്ടത്തിൽ കൊടുവള്ളി AEO ആയിരുന്നു സംഭവം അന്വേഷിച്ചിരുന്നത്. അന്ന് ആ AEOയുടെ ഭാഗത്ത് നിന്നുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത് ഇത് അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള നീക്കം തന്നെയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പല എയ്ഡഡ് സ്കൂൾ അധ്യാപകരും ഇത്തരത്തിൽ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നിരിക്കാം എന്നുള്ളൊരു നിഗമനമുണ്ട്. മറ്റൊന്ന്, സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ ലോങ് ലീവ് എടുത്ത് ഇത്തരത്തിൽ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം നീക്കണം എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു ആലോചന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നേരത്തെ തന്നെ പരാതി നൽകിയ അധ്യാപകരുണ്ട്. ആ 3 അധ്യാപകരുടെ മൊഴി ഇതിനോടകം തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുകയും അവരുടെ പക്കലുണ്ട് എന്ന് അവകാശപ്പെടുന്ന തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഈ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ CEO ഉൾപ്പെടെ ഈ വീഡിയോ തയ്യാറാക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉയർന്നതിന് പിന്നാലെ കേസെടുക്കുന്ന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ രേഖകളുടെ തെളിവുകളുടെ ഒക്കെ ശേഖരണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിൽ FIR ഇട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീനാണ് അതിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട് യോഗം ചേരുന്നുണ്ട്. അങ്ങനെ 3 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ യോഗം കഴിയുന്നതോടുകൂടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ അരുൺ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടാണ് MS സൊല്യൂഷൻസ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രഡിക്ഷനുമായി മുന്നോട്ട് പോകുന്നത്. പ്രഡിക്ഷൻ എന്ന പദം മാറ്റി സാധ്യത എന്നുള്ള പ്രയോഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ KSU ഒക്കെ വലിയ ആരോപണവുമായി രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് SSLC കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 32 മാർക്കിന്റെ ചോദ്യങ്ങൾ അത് അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ മേഖലകളിൽ നിന്ന് വരുന്നു. അതിൽ 4ഓളം ചോദ്യങ്ങൾ കൃത്യമായി അതേ ചോദ്യങ്ങൾ തന്നെ വരുന്നു. അതിന് കുട്ടികൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഈ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ KSU സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം സർക്കാരിന് മുകളിലേക്ക് വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഇനിയിപ്പോൾ നടപടികളിലേക്ക് സ്വാഭാവികമായും കടക്കേണ്ടി വരും. അപ്പോഴുമുള്ള ചോദ്യം, ഇത് കൃത്യമായി ഇതിന്റെ ഏറ്റവും മൂലസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ കൃത്യം ചെയ്തിരിക്കുന്ന ചോദ്യപേപ്പർ ചോർത്തിയിരിക്കുന്ന അധ്യാപകരിലേക്ക് അല്ലെങ്കിൽ ആ മാഫിയ തലവനിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് അരുൺ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല ദീപക്, ഇതിലേതെങ്കിലും അധ്യാപകരുടെ സഹായമില്ലാതെ ഷുഹൈബിനും MS സൊല്യൂഷൻസിനും ഇതേപോലെ കൃത്യമായിട്ട് പ്രവചനം സാധ്യമല്ലല്ലോ. ഇതിപ്പോൾ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറൊക്കെ നോക്കുകയായിരുന്നു. അതിൽ പലതും ചില അധ്യാപകർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കൃത്യമായിട്ട് പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. അതും ചില ഫോർമുലകളടക്കം വളരെ കൃത്യമായി ഇതാണ് വരിക എന്ന് പറയുകയാണ്. അത് പിന്നീട് ചോദ്യപേപ്പറിൽ വരിക. അപ്പോൾ ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകളുടെ പിന്തുണയില്ലാതെ ഷുഹൈബിന് ഇത് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു തോന്നലിന് ശക്തി കൂടുന്നുണ്ട് അല്ലേ ദീപക്?
അത് വളരെ കൃത്യമാണ്. കാരണം ചോദ്യ നമ്പറുകളിൽ മാറ്റമില്ല, ചോദ്യത്തിന്റെ ഘടനയിൽ പോലും വാക്യഘടനയിൽ പോലും മാറ്റമില്ല എന്നുള്ളതാണ്. കൃത്യമായി എന്താണോ പ്രഡിക്റ്റ് ചെയ്യുന്നത് അത് തന്നെ ചോദ്യമായി പരീക്ഷാ ചോദ്യപേപ്പറിൽ വരുന്നു. അതിന് ഉത്തരം എഴുതാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതയുണ്ട്. ഇതിൽ MS സൊല്യൂഷൻ ഷുഹൈബ് പറയുന്നത് കഴിഞ്ഞ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് സമാനമായ ആരോപണം തനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് താൻ മലപ്പുറം പോലീസിൽ ഉൾപ്പെടെ എത്തി കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നൽകിയതാണ്. ഇപ്പോൾ നടക്കുന്നത് തന്നെയും തന്റെ സ്ഥാപനത്തെയും തകർക്കാനുള്ള നീക്കമാണ് എന്നുള്ള ഇരവാദമാണ് ഈ MS സൊല്യൂഷന്റെ CEO ഷുഹൈബ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ചോദ്യപേപ്പറിന്റെ പ്രഡിക്ഷൻ താനല്ല ആദ്യം നടത്തിയത്. അതിനു മുൻപ് മറ്റ് വൻകിട പ്ലാറ്റ്ഫോമുകൾ പലതും ഇത്തരത്തിൽ നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ കേസ് FIR ഇട്ട് മുന്നോട്ട് ാണെങ്കിൽ പോലും ആ വാദം മുന്നോട്ട് വെച്ച ഷുഹൈബിന് തൽക്കാലം തടി തപ്പാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം താനല്ല അത് ചെയ്തത്, അതിന് മുൻപേ ചെയ്തവരുണ്ട്, അവരുടെ നോക്കിയാണ് താൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും ഷുഹൈബിന് തൽക്കാലം തടിയൂരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകുമോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. അത്തരം ചോദ്യം വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും കേവലം 1-2 എയ്ഡഡ് സ്കൂൾ അധ്യാപകർ അവർ അങ്ങനെ ട്യൂഷൻ സെന്ററുമായി പ്രവർത്തിക്കുന്നവരിലേക്ക് മാത്രം അന്വേഷണം നീങ്ങിയാൽ മതിയാകില്ല. ഈ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് ഇത്തരം ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് വലിയ തുക ഏൺ ചെയ്യുകയും ചെയ്യുന്ന അധ്യാപകരിലേക്ക് സ്വാഭാവികമായും പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ അത് മറ്റു വൻകിട പ്ലാറ്റ്ഫോമുകളിലേക്ക് അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്നലെയൊക്കെ KSU ആരോപിച്ചത് MS സൊല്യൂഷൻ ഉൾപ്പെടെ CPIM-ന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ രാഷ്ട്രീയ പിന്തുണ ഉണ്ട് എന്നുള്ള ആരോപണവും കൂടി ശക്തമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ തുടരന്വേഷണങ്ങൾ എത്ര കണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായി എഴുതി വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് ചിന്താശേഷിയോ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവോ ഇല്ലാതായി പോകുമെന്നുള്ളൊരു വസ്തുത പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ ശരിയാണ്. യഥാർത്ഥത്തിൽ MS സൊല്യൂഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത്, താങ്ക് യു ദീപക്, ഒരു തരത്തിൽ ദ്രോഹമാണ്. കാര്യം ഈ കുട്ടികൾക്ക് ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ഷോർട്ട് കട്ടാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ആ ഷോർട്ട് കട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി അധ്യാപകർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാതെയാവും. ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചോർത്തി തരാൻ ആൾക്കാരുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഒരു സമൂഹത്തെ മുഴുവൻ ആ രീതിയിൽ ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ ആ സമൂഹത്തിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇതൊക്കെ നോക്കിക്കൊണ്ട് പോകണം എന്ന് അധ്യാപകർ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നിപ്പോൾ അതിനുവേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുക. ഇത് നോക്കിയാൽ മതി എന്നാണ് പറയുക. അങ്ങനെയല്ലല്ലോ. ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടൊരു വിദ്യാർത്ഥി എന്തു പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല. അതിനൊരു സംവിധാനമുണ്ട്, അതിനൊരു കരിക്കുലമുണ്ട്, ആ കരിക്കുലം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.